യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ പൊന്നാനിയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. പൊന്നാനി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗുണ്ടകളെ സംരക്ഷിക്കൂല. മുഖ്യമന്ത്രിക്കു നേരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്ന പോലീസുകാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായാണ് പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുൻ MP സി ഹരിദാസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാ കാലത്തും സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി ഹരിദാസ് ഓർമ്മപ്പെടുത്തി. കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വി സേദ് മുഹമ്മദ് തങ്ങൾ, AM രോഹിത്, കെ ശിവരാമൻ, TK അഷ്റഫ്, NP നബിൽ, A പവിത്രകുമാർ, M രാമനാഥൻ, MK റഫീഖ്, PK റസീന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കണ്ണൂർ ജില്ലയിലേക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും നവകേരള സദസ്സുമായി കടന്നു വരുമ്പോൾ അവിടുത്തെ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ ഏകപക്ഷീയമായി കരുതൽ തടങ്കലെടുക്കുകയാണ്. അവരെ മണിക്കൂറോളം പോലീസ് സ്റ്റേഷനകത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആദ്യമായി കേരളത്തിലെ നവകേരള സദസ്സിനെതിരെയുള്ള ആദ്യത്തെ കരിങ്കൊടി പ്രതിഷേധം കണ്ണൂരിൽ ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് ആ കരിങ്കൊടി പ്രതിഷേധത്തെ നിങ്ങൾ നേരിട്ടത്? ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുവാൻ ഏത് പൗരനും അവകാശമുണ്ട്. അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ ആ പൗരന്റെ അവകാശം ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരം നയിക്കുമ്പോൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സഹപ്രവർത്തകരെ DYFIയും പോലീസും ഒരുമിച്ച് വന്ന് ആക്രമിക്കുകയാണ്. ആക്രമണത്തിന് ശേഷം അവരുടെ തലയടിച്ചു പൊട്ടിക്കുകയാണ്. പൂച്ചട്ടി എടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഹെൽമറ്റ് ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. അവിടെ അവസാനിക്കുന്നില്ല. ഈ കോഴിക്കോട് ജില്ലയിലേക്ക് ഈ നവകേരള സദസ്സ് വരുമ്പോൾ ആ നവകേരള സദസ്സിനെ എതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുവാൻ വേണ്ടി കഴുത്തിൽ പിടിക്കുന്നത് DYFI അല്ല, കോഴിക്കോട് ജില്ലയിലെ അസിസ്റ്റന്റ് കമ്മീഷണറായ ACP ആ ചെറുപ്പക്കാരന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് ഞെരിക്കുകയാണ്. ഈ പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരം ഏറ്റെടുത്തിരിക്കുന്നത്. പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ മുൻ MPയും 82 വയസ്സ് പ്രായമുള്ള സി ഹരിദാസ് അടക്കമുള്ള 10 പേരുടെ പേരിൽ കള്ളക്കേസെടുത്ത പൊന്നാനി പോലീസിന്റെ നടപടിയെപ്പറ്റി ഉന്നതതല അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.